നിങ്ങൾക്ക് ഇത്ര വിവരമുള്ളൂ. എന്ത് ചെയ്ത് ഞാന് പെട്ടെന്ന് മറത്ത് വരയ്ക്കാൻ എനിക്കെന്താ മാനക്ക് നല്ല കോലം എനിക്ക് എത്ര വേണം ഇനി വേണമെങ്കിൽ വേണം പാട്ടെങ്കിലും വേണം. നീ പറയോ? ഞാൻ പറഞ്ഞല്ലോ ഞാനൊക്കെ നിർത്തി. ഇത്രയും മഹാജനങ്ങളിരിക്കുക ഈ വിളക്കും വട്ടിയില്ല. നിങ്ങൾ അവിടെ പോയി മൂത്രം ഒഴിക്കണേ. നല്ല കോലയ്ക്ക് വെളുത്തിപ്പെട്ടു എന്റെ മാൻ്റെ മരത്തിൽ പോയുള്ളൂ. മനസ്സിൽ തോന്നുകയാണെങ്കിൽ കുട്ടികളുടെ കൂടെ ഞാനില്ലേ ഇവിടെ വയസ്സുകാലത്ത് അല്ലേ ഞാനില്ലേ അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൈപ്പിടിച്ച് ആ ഇരുത്തോണ്ട് ആക്കില്ലേ. ഭാര്യക്കാർക്ക് ആർക്കും മൂത്രം വയ്ക്കാൻ പറ്റാൻ അയാൾ കൈപ്പിടിച്ച് എത്തിച്ചു കൊണ്ട അവല്ല പോണ വിളിക്ക് വല്ല കുണ്ടിപ്പണ. എന്താണ് കുണ്ടി പറഞ്ഞത്? അതുകൊണ്ട് ചോദിച്ചാണ്. അല്ല നിങ്ങളുടെ ഒരു മകളുണ്ടായിരുന്നു. എന്റെ മകളെ എന്റെ മകൻ കണ്ടിട്ടില്ല. അതന്നെ ഞാൻ അന്ന് കാണുമ്പോ വളരെ പൊടിയല്ലേ. എനിക്ക് ആവി കെട്ടിത്താൻ ആ കുട്ടി ഇപ്പൊ പഠിക്കലാണ്. ഉള്ളി വരാൻ തുടങ്ങി. മകന് എന്റെ മകള് പറഞ്ഞ മകളാണ്. അതെ ഞാൻ എല്ലാവരും പറയുമ്പോലെ ഞാൻ എന്റെ മകളിനെ പെട്ടത്. ഇങ്ങനെ പറ്റും നന്നായിട്ട് ഞാൻ 16 മാസം ഏറ്റുതമ്മി വെച്ചതാണ്. ഈ 16 മാസം വരെ ഏറ്റു ചമക്കാർ 4 മാസം കൂടി പുറത്തൂടെ. 2 കുട്ടിയാവില്ല. എനിക്ക് ഒക്കളി ലാഭം നോക്കുന്നതാണ്. ഞാൻ എന്റെ സൗകര്യം നോക്കിയതാണ്. പറ പറഞ്ഞ് 2 തള്ളന്മാരിനെ ഇങ്ങോട്ട് രണ്ടേം വാങ്ങി ഒരു പുല്ല് പായം വാങ്ങി അകായിപ്പോയി കിടന്ന എന്നെ തട്ടി തൊടാൻ പറ്റാണ്ടായി. അത്ര കരിയുണ്ടായിരുന്നു അതില്. അങ്ങനെ 12ാമത്തെ മാസത്തെ പറ പറഞ്ഞ് നോക്കണ വേല മകനെ എന്തമ്മാ കൊയ്ത്തും പണിയും തിരക്ക്. അങ്ങനെ എന്ത് ചെയ്തു അമ്മ? എന്റെ പേര് ഞാൻ അടുത്തത് കാലത്തേക്ക് നീട്ടി വെച്ചു. ആ ബന്ധിന്റെ ഒഴിവിൽ തന്നെ എന്റെ മകനുണ്ടായി. അല്ല നിങ്ങൾ പിന്നെ എപ്പ പെറ്റമ്മ? 16ാമത്തെ മാസത്തിലാണ് എന്റെ മകളെ പെറ്റത്. അതെ ആ കുട്ടി ഇപ്പൊ എന്ത് ചെയ്യണു? അവളെ കെട്ടിക്കൊടുത്തു. കെട്ടിക്കൊടുത്തു? ഓ നിങ്ങളുടെ ഭർത്താവ് മരിക്കുകയും ചെയ്തു. അവളുടെ കെട്ടിയും കൊടുത്തു. നിങ്ങൾ ദേശവും തറയും നടക്കണ്ടോ? ഇപ്പൊ ദേശം തറിയില്ല. ഇപ്പൊ പെട്ടെന്നേരം പടക്കും പടകിട്ടും കാര്യം പറയുമ്പോ കാര്യത്തിൽ പറയണം. ദേശവും തറയ്ക്ക് നടക്കണ്ടോന്ന് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ തർക്കുണ്ടാക്കണ്ട എന്റെ താര കോഴി ഉണ്ടായതാണ്. നിങ്ങൾ നല്ല ബുദ്ധിയല്ലേ? അതല്ല ദേശവും തരം നിങ്ങൾക്ക് വല്ല 10 രൂപ വരുമാനം ഉണ്ടോ? അപ്പൻ ചത്തതാണ് കൂടി ദേശം തരം നിർത്തി. നടക്കാനാവില്ല. ഒറ്റയ്ക്കാവില്ല. ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. 3-4 അപ്പോഴും മണം കൂടെ പുറപ്പിടിച്ച് പോവുകയാണ്. ദേശവും നടക്കാനാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല പെൻഷൻ വരുന്നുണ്ടോ? പെൻഷൻ വരുന്നു പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഓർമ്മ വന്നത് അപ്പൻ ചത്തേന്റെ 16ാം പക്കം പഞ്ചായത്തെന്ന് നമ്പർ വന്നു. നമ്പറല്ല മെമ്പർ വന്നു. ആ കുട്ടി നിന്നെ പോലെ പഠിപ്പില്ലാന്ന് ജോലി കിട്ടും. ആ കുട്ടി വന്നുകൊണ്ട് എന്ത് കേട്ടറിഞ്ഞ കെട്ടിയവൻ ചത്ത പറഞ്ഞു മറ്റു പറഞ്ഞ എഴുതി കൊടുത്താ കാശ് കിട്ടും. എഴുതി കൊടുത്തോ? പഞ്ചായത്തിൽ പോയോ? എഴുതി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ അപ്പന്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരു കാര്യമുണ്ട്. അത് പഴയ ആൾക്കാര് ഭർത്താക്കന്മാരുടെ പേര് അറിയില്ല. നോക്കി കാണി നോക്കിയത് നല്ല പോലോ പാടി വെക്കുമ്പോ കൂടി ഞാൻ പറഞ്ഞത് നോക്കി കുന്തിരിഞ്ഞിട്ടേ നോക്കി കാണണ്ട നോക്കി പാപമുണ്ടല്ലോ. ഇനി ആ ശവം ഉണ്ടല്ലേ കത്ത് കിടക്കുമ്പോ വിളിച്ചാൽ കൊണ്ടുപോകും. ഏകം തീർത്തതേ അല്ല ഇന്നല്ലേ അരിയാട്ടാ ഗോപാലാട്ടാ വേലാട്ടാ എന്റെ മണികണ്ടാട്ടാ അങ്ങനെ വെച്ച് കൊടുക്കാൻ പോയി. അവിടെ പോയ ഉടനെ പിള്ളേർന്ന് കേട്ടു കുട്ടികളെ. അമ്മേ നിങ്ങളുടെ പേരെന്താ കേട്ടു? എന്ത് പറഞ്ഞു? സത്യം പറയണം. ഞാൻ പറഞ്ഞല്ലോ. പറയണം. കാശ് ഞാൻ പറഞ്ഞു എന്റെ പേര് കുഞ്ചി. സത്യം പറഞ്ഞു. പിന്നെ ഭർത്താവിന്റെ പേരെന്ത് പറഞ്ഞു? അമ്മേ നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താ? കണ്ടു. എങ്ങനെ അറിയോ? അവർ ചേർത്ത് എഴുതിയെന്ന്
വെള്ള പേപ്പറൊക്കെ എഴുതി എങ്ങനെ എഴുതി? കുഞ്ചി കണ്ടു. കുഞ്ചി വൈഫ് കണ്ടു. കുഞ്ചി വൈകുന്നേരത്ത് കണ്ടതാ. നിങ്ങളുടെ മകളെ അവിടെ കെട്ടിക്കൊടുത്തു. എന്തപ്പോ കാറ്റ് വരുന്നുണ്ട് എന്നിട്ടല്ലോ നിങ്ങളുടെ മകളെ അവിടെ കെട്ടിക്കൊടുത്തു. കണ്ണപ്പാടത്തെ നാഗോ പറയില്ല. എന്തിനാ അവിടെ പോയി ആവോ പറയുന്നു? വൈര് പറഞ്ഞ് കളിക്കത്. ഏയ് കണ്ണപ്പടത്ത് നാഗചോപനെ നിങ്ങളുടെ മകളെ കെട്ടിക്കൊടുത്തു. ആ തെമ്മാടിക്കോ എന്റെ മകനറിയോ? അറിയോന്നോ? മകൻ മോശമാണ്, വളരെ മോശമാണ്. ആ കുടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിനെ തുകരോ കൊടുക്കില്ല. തല്ലി തന്നെ അടിക്കുക തന്നെ കുത്തി ഞങ്ങളുടെ ഇവിടെ കേൾക്കണോ? എന്താണ് ചക്ക മയക്കി തെറ്റി പറ്റില്ല കണ്ണപ്പാടത്തെ കുറ്റപ്പിന്നെ വീട്ടിലെത്തി പോകാനിടയായി. അങ്ങനെ കേട്ടതാണ്. അതെ അതുകൊണ്ട് പറയണത്. അതെ എന്റെ മകൾ എത്ര അനം പൊറിച്ചിട്ടുണ്ടാവും. എന്നെ മകളെ വിളിച്ച് എന്നോട് എന്റെ മിണ്ടാത്ത എന്നെ എന്റെ കാണാത്ത എന്നെ വെറുത്തമ്മ എന്റെ കുട്ടിയമ്മ എന്നെ മറന്നമ്മ. എന്റെ മകളെ എന്റെ മകളെ കണ്ട് കണ്ണു പോയാൽ കണ്ടാലും പിള്ളേരുടെ കണ്ണെന്താട്ടാ? അമ്മ എന്താണ് വിശേഷം? എന്താ പെണ്ണ ഒരു വിശേഷം കേൾക്കണേ. അമ്മ ആത്മഹത്യത്തിന് പേര് പറ്റി വന്നാണ്. എന്താണ് വിശേഷം? കൊറേ ആയിരം കണ്ടിട്ട് അതാണ് നോക്കണത്. പല്ലൊക്കെ പോയിരിക്കണു. അമ്മന്റെ പല്ലൊക്കെ പോയി പിന്നാലെ തേടി വരുന്നുണ്ട്. അതല്ല മാ അന്ന് വീട്ടിൽ വരുമ്പോ പല്ലുണ്ടായിരുന്നു. പല്ലുണ്ടായിരുന്നു. ചെറിയ ചക്കന് പാല് കൊടുത്തപ്പോ തരിയെ തൂക്കിയത്. അതല്ല മാ വെറുതെ ഞാൻ ഇപ്പഴല്ലേ അമ്മനെ നോക്കിയത്. എന്താണ് എന്റെ അമ്മ നോക്ക് പൊടുക്കനെ മരുന്ന്. എന്റെ മാമോ ഇതിന്റെ വയറ്റിലല്ലേ ഇത് കാത്തത്? അതിന്റെ വയറ്റിൽ തന്നെ കാത്തത്. എന്റെ വയറ്റിൽ കാത്തലല്ല കാത്തുകാരൻ നടന്നത്. കൊടുക്കണ മെലിയല്ല അമ്മ ഇടയായിട്ട് ഇത്തിരി നന്നായി ഇറച്ചി വെച്ചിട്ടുണ്ട്. ഇറച്ചി വെച്ചിട്ടുണ്ട്. ഇറച്ചി വെച്ചാ വെച്ചോന്ന് എവിടെ കൊണ്ട് വെച്ചിട്ട്? എന്റെ മകൾക്ക് പറ്റാത്ത ഞാൻ ഒലവക്കോട് കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ ആകുമ്പോ ചേരുമാനം വേണ്ട, പച്ചക്കടല വേണ്ട, ഉള്ളക്കിഴങ്ങ് വേണ്ട, തേങ്ങ വേണ്ട, കുമ്പളങ്ങ വേണ്ട, ഒന്നും വേണ്ടാന്ന്. കുരുമുളക് മാത്രം മതി. ഉച്ചക്ക് ഒരു 4 മണി കഴിക്കുക, 5 മണിക്ക് അണ്ണ തെച്ചിങ്ങോട്ട് കുളിക്കുക, കരുമുള്ള പഴുത്തുന്നാവും. എന്താണ് വിചാരം? ചെറുതെ അമ്മയുടെ ചങ്ങലയൊക്കെ എടുത്തിരിക്കുന്നു. അമ്മനെ ഇടയായിട്ട് ചങ്ങലിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ബ്രാൻഡനായി അന്ന് ഞാൻ വീട്ടിൽ വരുമ്പോ തരടായിരുന്നില്ലേ? ഈ ചങ്ങല ഞാൻ എടുത്തില്ലേ, തരട് വെറുതെ കിടക്കല്ലേ അഴിച്ച് അരിയിൽ കെട്ടി. അത് കെട്ടിയിട്ട് ഒറ്റ കൂട്ടൂല്ലാന്ന്. അതല്ലേ മാ ചങ്ങലി എടുത്തില്ലേ? ഇത് എപ്പ എടുത്തതാണ്? ഇത് കൃത്യം പറയുകയാണെങ്കിൽ ഞാൻ 12:45 എടുത്തു. ഇത് എപ്പ വെക്കും? ഒരു 3 മണിയോടെ കൊണ്ട് വെക്കണം. ചങ്ങലി എടുത്തു പറഞ്ഞേ. ഇത് നല്ല ഇതിൽ എത്ര ഗ്രാമുണ്ട്? ഒരു 9 ഗ്രാമം കാണും. 50 ഗ്രാമോ? അതല്ലേ മാ ഇത് എത്ര ഗ്രാമുണ്ട്? നല്ല പൊഷ്ടിയുണ്ട്, ഇത് നല്ല തൂക്കമുണ്ട്. നല്ല കോല് പോയി തൂക്കം നീ എപ്പോഴാ അറിയണേ? നിക്കൊന്ന് കുത്തിമാടി വന്നാൽ അമ്മന്റെ അടുത്തവാ. അമ്മ ഇരുമ്പ് വലിക്ക് കൊടുത്താലും നിക്ക് വല്ല മാറ്റാം. അതല്ലേ മാ നിങ്ങൾക്ക് ഞാനൊരു മകളല്ലേ ഉള്ളൂ, ഞാനതല്ലേ ഉള്ളൂ. മുണ്ടയ്ക്കെന്താണ് പ്രാന്തായ? അതല്ലേ മാ
നിങ്ങൾക്ക് ഞാനൊരു മകളില്ല. നിങ്ങളൊരു വിളിയില്ല, ഒരു അന്വേഷണവും ഇല്ല. നിങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ കിട്ടുള്ളൂ. നിങ്ങൾ ഈ ഫോൺ എവിടെ കൊണ്ടുവരുന്നത്? അത് അവിടെ തന്നെ ഇരിക്കുന്നത്. അത് വിളിച്ചിട്ട് കിട്ടണേ ഇല്ല. ഞാൻ വിളിക്കുമ്പോ എന്താ പറഞ്ഞെന്നറിയോ? അമ്മ പരുവന്റെ പുറത്താണ് പറയുന്നത്. അമ്മ പട്ട വെട്ടാൻ പോയത്. അതല്ലമ്മ, എന്നെ വിളിച്ചപ്പോ എന്ത് പറഞ്ഞറിയോ? ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കീ പറഞ്ഞു. ചെറിയ മുടി കിട്ടൂല, അതാണ് കട്ടിയായിട്ട് വിളിക്കുന്നത്. അതല്ലമ്മ, ഇനിയിപ്പൊ അമ്മ അലക്കാൻ പോയ സമയത്ത് ഫോണ് മാത്രം വെള്ളത്തിൽ പെട്ട നല്ല കോലുവാണ്. അയ്യോ, അന്നത്തിരി പട്ടതല്ല. അതിന്റെ കണ്ണി കാട്ടിട്ടില്ല, കൊണ്ടുവരുന്ന തകീരയില്ല. അതല്ലമ്മ, അപ്പൊ നിങ്ങൾ ഈ ഫോൺ നിങ്ങൾ എന്ത് ചെയ്തത്? വേറൊന്നുമല്ല, നിന്റെ അപ്പൻ ചെയ്ത് വെച്ച പണി. നാട്ടുകാർക്കൊക്കെ ഫോൺ നമ്പർ കൊടുത്തിരിക്കും, കിടക്കത്ത് പൊറുമില്ല. മൂട്ടകടി ഉണ്ടെങ്കിൽ മാറ്റിച്ചെങ്കിലും കിടക്കാലോ. അയാളാണെങ്കിൽ സകല പിള്ളേർക്കും ഫോൺ നമ്പർ കൊടുത്തിരിക്ക. ആ പാപ്പി അത്തം പോയി കൊടുത്തിരിക്കാനായി. ഞാൻ വീട്ടിൽ കിടക്കാൻ നോക്കുന്ന സമയത്ത് 12 മണി കഴിഞ്ഞാൽ പിള്ളേർ വിളിച്ചു തന്നെയാണ്. ഈ ഡ്രൈവർമാര് കണ്ടക്ടർമാർക്കില്ലേ, ഈ ഫോൺ നമ്പർ കൊടുത്തിട്ട് പിള്ളേർ തെരുന്നൂർ വിളിക്കുക. അമ്പേ, ഞാൻ നേരം കൊടുത്ത 5 മണിക്ക് എന്നെ വണ്ടി കയറും. പണിക്ക് പോകേ. അപ്പോഴേക്ക് എനിക്ക് ഇത്തിരി ഇട്ട് തരണം പറയും. ഇസ്ത്രി ഇടണം പറഞ്ഞു. കിടക്ക പൊറുമില്ലാണ്ടായപ്പോ അമ്മ എന്ത് ചെയ്തേ? ഒരു 3 മണിയോടെ കൊടുത്ത് ആ ചിമ്മി അങ്ങോട്ട് ഊരി വെച്ചു. അമ്മ സിമ്മ് 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 സിമ്മൂരി വെച്ചില്ലേ? അപ്പൊ ഈ നെമ്മാറക്കാട് എന്ത് ചെയ്ത്? നമ്മാരക്കാരൊക്കെ 4 നമ്പർ ആരും തരവില്ല. അതല്ലമ്മ, നിങ്ങൾ നല്ലതാണ് പറ്റല്ലേ കൊടുത്തത്? അതിൽ ആര് വെള്ളം ചേർത്തേ? അതല്ല പറഞ്ഞത്, നല്ല കുടിയപ്പാടാണ് മറ്റല്ലേ കൊടുത്തത്. എനിക്കിപ്പോ അവിടെ ഇരിക്ക തൊകരുണ്ടാ? തൊകര് പൊടിപടുത്ത് പോയില്ല. തൊകര് പോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ തരൂല്ല. എനിക്കറിയാം, പോയി പൊടിക്ക് ചാവും. അതല്ലമ്മ, ഇരുന്ന് കഴിക്കാൻ തരൂല. അവിടെ വേറൊന്നുമല്ല, അയാൾ ഈ ഇടയായിട്ട് ചെയ്യണതേ രൂപമില്ല. എന്താ ചെറുത്? ആ ചെക്കനെ വഴിമാറുന്ന അമ്മ ചെയ്യണത് രൂപമില്ല. അവർ വേറൊന്നുമല്ല, അയാൾ രാവിലെ പണിക്ക് പോലേ, വൈകുന്നേരം വരുമ്പോ കുപ്പിയും കൊണ്ട് വരിക. 2 വരുമാനമായി. വൈകുന്നേരം പണിയെടുത്ത പൂരി പിന്നെ കുപ്പി എന്താ പാത്ര കച്ചവടക്കാരൻ കൊണ്ടുവന്ന അതല്ലമ്മ, കുപ്പിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് കഴിച്ചും കൊണ്ട് മുണ്ടാണ്ട് കിടന്നാൻ വേണ്ടില്ല. അത് കഴിച്ചു കഴിഞ്ഞാലോ പിന്നെ തല്ല് തന്നെ ഈ കള്ളനെയും മകളെയും കൂടെ ആ പാടത്ത് കൊണ്ടാക്കിയ പന്നിയെങ്കിലും എന്താ ഒരു തൊള്ളയും ഈ കാതിൽ ആ കാതിൽ വെട്ടുന്നെങ്കിലും മൂട്ടില് ചുണ്ണാമ്പത്തേക്ക് പുകല് തന്തി വെക്കും. അതല്ലമ്മ, ഞാനിത് എങ്ങോട്ട് പോകണമ്മ. നീ പോണില്ല? ഞാൻ പോണില്ലാന്ന്. ചെറുതേ, എനിക്ക് ആകെ ഒരേ ഒരു മകളല്ലേ ഉള്ളൂ. മരുന്ന് പേരിനെ പോലെ മരുതി വരുന്ന പോലെയാ, മരുന്ന് പോലെ ഒന്നല്ലുള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് 600 ഇല്ലല്ലോ. നീ ഒരു 6 മാസക്കാരൻ നമ്മുടെ വീട്ടിൽ വന്നേര്. 6 മാസമാ? ഞാന് 3 കൊല്ലം മണിക്ക് വന്നിരിക്കാം. ആര് വാങ്ങോ? കല്യാണം കഴിച്ചാലും 3ാമത്തെ മാസം വന്ന് അമ്മേ ഞാൻ പേര് വെട്ടാൻ പോകാണ്, എന്നെ ഏട്ടാ അവിടെ കൊണ്ട് ചേർത്താൻ പറഞ്ഞു. അമ്മേ ഞാൻ അവിടെ പേര് ചേർത്താൻ പോകാണ് രണ്ടങ്ങാടില് എന്ന് പറഞ്ഞു. 8 കിലോ കിട്ടിയ 4 കിലോ വെട്ടൊക്കെ നിർത്തി 5 മാസം കഴിഞ്ഞില്ല. അതല്ലമ്മ, ഞാനൊരു 6 മാസം കരുത്തിന് വീട്ടിൽ വന്നിരിക്കാം. ഞാനൊരു 6 മാസം അവരുടെ കൂടെ പോയിരിക്കട്ടെ. ഞാനും ചെയ്യുന്നല്ല. അവൾക്ക് ഭ്രാന്തായി. ആ ചബോലി ചത്തില്ലേ വരാന്ന് പറഞ്ഞിട്ട് പരാതിരുന്നാലോ ഈ മരുമോന്റെ പരാതി തീരില്ല. അമ്മ പരാതിരുന്നാലോ മരുമോന്റെ പരാതി തീരൂല.
മാറ്റി പാർത്താ പറയും ഒരു മുറിപ്പാപ്പ ചക്കര കണ്ടില്ല അത് കുളിപ്പൊടി കുളിമുറി എനിക്ക് തരാന്ന് പറഞ്ഞിട്ട് തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് തരാതിരിക്കരുതേ തരാതിരുന്നാലോ അമ്മന്റെ പരാതി തീരൂല. അമ്മ എപ്പോ വന്നമ്മ? എന്റെ മകൻ വന്ന എന്താണ് വർത്തമാനം, എന്താണ് വിശേഷം, എന്താണ് വിശേഷം? അതെയോ, അമ്മ വന്ന് വിളിച്ചല്ലോ, അത് കേട്ടപ്പോ വന്നാണ് ഞാൻ. അതെ, എന്താണ് കാര്യങ്ങള്? നിന്റെ കാര്യം ഞാൻ ഇട്ടത്ത് കാര്യം പറയാൻ ഇരുട്ടത്ത് വിളിക്കാം. വെളിച്ചത്ത് നിൽക്കുന്നു, ഇവിടെ പറയും കാര്യം. വെളിച്ചത്ത് നിന്ന് നേരെ കണ്ണു പിടിക്കില്ല, പിന്നെ ഇരുട്ടിലേക്കാ വിളിക്കുന്നത്. കോമ കോപ്പം മാറി മാറി റൊട്ടി കണ്ടാലോറി മകനെ വർത്തമാനം പറഞ്ഞോളൂ. മരുമകനാണെന്നുള്ള ബോധത്തോടു കൂടി സംസാരിച്ചോളൂ. ഏത്? ഞാൻ നിന്നെ മരുമനെ പോലെ ഞാൻ കണക്കാക്കിയത് അല്ല, അമ്മ എങ്ങനെ കണക്കാക്കി? അമ്മ ഞാൻ മരുമനെ പോലെ കണക്കാക്കിയത് എങ്ങനെ കണക്കാക്കി പറയും? ഞാൻ എന്റെ സ്വന്തം കെട്ടിയവനെ പോലെ മകനെ പോലെ പറയും, എന്റെ സ്വന്തം കെട്ടിയത്. എന്താണ് എന്റെ മകളെ നീ ചൊപ്പഴ കെട്ടിത്തന്നത്? ഇതാണ് കാര്യം. ഓ, അത് കാര്യമില്ലല്ലേ? കാര്യം തരുന്ന സമയത്ത് അന്നവൾ വളരെ പൊടിയായിരുന്നു. ആരും നോക്കി കയറ്റിട്ട് പോയി. മൂക്കുപൊടിയല്ല, കുട്ടിച്ചെറുപ്പമായിരുന്നു. അതിലെന്താണ്? 12 വെച്ച് കെട്ടിത്തന്നല്ലേ? അതെ, കെട്ടിത്തന്നല്ലേ? ഓ, അതിനെന്താണമ്മ? 12 വെച്ച് നിന്നെ കെട്ടിത്തന്നല്ലേ? അത് തന്നതല്ലേ? അതിനിപ്പോ എന്താണ്? ഓർമ്മയുണ്ട? ഉണ്ടല്ലോ. എന്നാണ് ഓന്ത് കൊട്ടത്തലക്ക് പോയി തലയാട്ട് പോലെ. അതിനിപ്പോ എന്താണമ്മ? ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഭ്രാന്തി ചവമേ, അത് പ്രായത്തിന്റെ വ്യത്യാസമല്ലേ? ഇതെന്താ? നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത് ഇതായതോ? ആര്? എന്റെ കൊട്ടി ഞാൻ വന്നില്ല. എന്തിന്? ഒരു ദിവസം മതിയല്ലോ, എന്റെ 3-4 കൊല്ലം എന്റെ ചോളപ്പണിയുണ്ട് അവിടെ. 10 മണിയാകുമ്പോൾ പരിപാടി കഴിഞ്ഞു. എന്റെ മകൻ ഒരു ദിവസം കൊട്ടാൻ വന്നു. 10 മണിയാകുമ്പോ പരിപാടി കഴിഞ്ഞു. പിന്നെ തിരിച്ചു പോകാൻ പണ്ടേയില്ല. നിന്റെ പരിചയക്കാരനെ പറഞ്ഞു ഞാൻ ചെയ്തേ, അവനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് മോശം പരിചയം ഞാനെന്ത് ചെയ്തേ? വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ നന്നായി ചോറ് കൊടുക്കാൻ പറഞ്ഞ് ആലോചിക്കുമ്പോ അന്ന് അമ്മ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ, കൂട്ടാൻ വെച്ചിട്ടില്ല. അയ്യേ, എന്നിട്ട് അമ്മ എന്ത് ചെയ്തമ്മ? മഴക്കൊണ്ട് വന്നപ്പോ നന്നായി പച്ചമുളക് അരിഞ്ഞിട്ട് പറ്റിച്ചു. പറ്റിച്ച് ചോറും കൊടുത്തു. ഓ, വയറു നിറയെ കഴിച്ചു ആഹാരം. തലമുറയുമ്പത്തേ അവർ വെറുതെ വിടുവാ. പോയാലും നടപടിക്ക് എന്റെ മാമെന്ന് എന്താണ് ആര് പോയാലും പെടില്ല. എന്ത് പറഞ്ഞ് ചെയ്യും? എനിക്കറിയാലോ. അവിടെ കൊണ്ട് ചോറും കൊടുത്ത് വെളിയിൽ വിട്ട് എനിക്ക് മാനക്കടലെ പട്ട് എന്റെ കട്ടിലിൽ കൊണ്ടുപോയി എന്റെ മാനക്കടത്തി കട്ടിലിൽ കൊണ്ട് കടത്തി. അപ്പൊ ഇവിടെ കഴിച്ചു പോയി എവിടെ പോയിണ്ടാ പാട്ട്. നമ്മുടെ അവിടെ വീട് കുണ്ടുമടിയുള്ള അവിടെ കൊണ്ട് കടത്തി കേടി പറ്റി. അവിടെ ഞാൻ ചെയ്ത് എന്റെ കട്ടിലിൽ കൊണ്ട് അവനെ കടത്തി. അവന് പാതുകാപ്പിന് വേണ്ടി ഞാൻ കട്ടിൽ ചവിട്ടി കടന്നു. പെട്ടെന്ന് വരാൻ പറ്റൊക്കെ ഒണ്ടും കാണ്ട് മേലെ 2 ഒരേ നോളാണ്. അല്ല അമ്മ, അമ്മ ഈ അന്തിപ്പാതിര സമയത്ത് അമ്മ തേടി വന്നല്ലോ, എന്താ കാര്യം? എന്റെ മകളിലേക്ക് കുത്തനെ തല തന്ന്. ഓ, അപ്പൊ ഇതാണ് വഴി. നിങ്ങളുടെ മകളിലെ തല്ലിന് കൊടുക്കുന്നു പറഞ്ഞ് ചോദിക്കാൻ വേണ്ടി വന്നാണ്. ആ ചക്കരടി മടിയും തുറപ്പിച്ചെന്നൊക്കെ തള്ളും നന്നായിട്ട് ഞാൻ ആണിന് വരെ ചെയ്യടാ. അവന്റെ പടി കണ്ട എന്റെ മകളിനെ അല്ല, കെട്ടിയ പണ്ണിനെ തല്ലി മകനുള്ള കുറ്റമനിക്കൊന്നും വേണ്ട. നമ്മൾ രണ്ടാളും കണ്ട ഈ പന്തലി വെച്ചിട്ട് വേണ്ട. മുതലൊക്കെ തെള്ളിട്ട് താരി എന്ത് തന്നെ ഒന്നും തന്നില്ല.
നീ എന്റെ മകൻ കഴിഞ്ഞ എന്താ വന്നില്ല ചോദിച്ചിട്ട് ഞാനല്ല അവിടെ ആദ്യം എത്തിയത് അവർ നോക്കി തന്നെ വന്നല്ലോ. ആർക്കാ പത്തിരി വെച്ച പത്തിരി വെച്ച ചേർന്ന് പത്രികയിൽ എനിക്ക് 2 ദോശയെ കിട്ടിയുള്ളൂ. പത്രികയല്ല പത്രിക. വെച്ചത് വെച്ചില്ലേ അവൻ നോക്കാതെ വേണ്ടാത്തൊക്കെ വിളിച്ച് പറയണു. എന്താ പറഞ്ഞത് അപ്പനല്ലേ പോയുള്ളൂ. അതെ എന്റെ നട പഠിച്ചത് വരെ വെച്ചില്ലല്ലോ അതിനെ എന്തൊക്കെയാ അവിടെ ചെയ്യാത്ത പണി പണിയൊന്നുമില്ല അവിടെ ഇനി എല്ലാ പണിയും ചെയ്തിട്ടുണ്ട് ഉറപ്പിന് 4 ഓർഡർ ഇറക്കിട്ട് കല്യാണം കഴിച്ചത് ഒപ്പടൊന്നുമില്ല എല്ലാവരും തീ കിടക്കി ഈ പത്ത് എന്താ കരിമിനുണ്ട് അവര് വിളിച്ചാൽ ഈ പാർട്ടി റൊട്ടി പറയണം. ഒരു കാര്യം പറയാ തന്നത് മാത്രം പറയും ഇല്ലി പറ്റാക്കി പറഞ്ഞാലുണ്ടല്ലോ എന്റെ നിറമാറിക്കളി ഇങ്ങനത്തെ നിറം പറഞ്ഞേ അങ്ങനെ പറയൂ. എന്നാൽ എന്ത് തന്നിട്ടാണ് ഇത്തരം വാക്കുകൾ നിൽക്കുന്നത്? വേണ്ട മകളിനെ കൊന്ന് ഞാൻ പോകും വല്ല വഴിക്ക്. ഓഹോ പോയാ പെക്കണോ ആര് കാക്കാം പദ്ധതി മിതി വരാനൊന്നുമില്ലാതെ കണ്ണി തട്ടേണ്ടത് കരിമൊഴി തട്ടി വിചാരിച്ചു പെക്കണോ. ഇവിടെ നോക്കി എനിക്ക് നിങ്ങളെ മാത്രം ആലോചിച്ചാ പോരാ. എന്റെ ബേക്കറിയിൽ പിന്നെ എനിക്ക് മാനിക്കണ്ടേ? നിങ്ങളുടെ കൂട്ടം പോയിട്ട് ഞാൻ ഇട്ടക്കാട്ട് പോയാലുണ്ടല്ലോ രണ്ടക്കാലത്ത് വിട്ടിട്ട് വേണം അതിനെ എടുത്തിട്ട് പോ. നിങ്ങൾ അക്രമിച്ചു ഒന്നും ശരി 6-ാം പാഠം പഠിപ്പിക്കുന്നു. 6-ാം തള്ളേ പോയി എന്റെ പത്രികാത്തിൽ എടുത്തേക്കാണ് ആരും പറ്റ നല്ല പോലെ പറ്റ ചെറുത് ചെറുത് എന്താണമ്മാ ഇങ്ങോട്ട് വാ മകനെ. എന്താണ് 3-4 ദിവസം അവിടെ കൈ കിട്ടിയ എന്താണ് നല്ല കുറ്റിയാ നോക്ക്. കൊള്ളാരോ പണി പോയാ പണി പോയാ പണി പോയാ ഇയാൾക്കൊന്ന് നോക്കി തലമുടിക്ക് ബാബിയെ ഞാൻ പഴയ പോയിക്കാരാണ് ആ ചെറിയ ചെക്ക് നിങ്ങൾ നിങ്ങൾ ഇല്ലാണ്ട് പറ്റുമല്ലേ ഓടി അങ്ങനെ പോടി ഞാൻ വരില്ല പറഞ്ഞ അമ്മയാണ് അന്ന ഒരു കാര്യം അമ്മ വരെ അമ്മ എല്ലാം നിങ്ങൾ എന്ത് പണിഞ്ഞാലും 7 മണി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മാറും. പക്ഷെ ആ നാട്ടുകാരൻ്റെ അടി കൊച്ചു കോലും കെട്ടില്ല വീട്ടിൽ പോവുക. കളനെ തൊള്ള ശരിയല്ല പോവാൻ വഴി മറന്നിട്ടില്ല. വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ ചക്കമാരി തരും, മുട്ടുമാരി തരും, മിച്ചർ ബാക്കി തരും, മഞ്ചു വായി തരും, നെഞ്ചു വായി തരും, അതിനകത്തെ കാരണമായി തരും. സൗണ്ട് മാറ്റി അമ്മേനെ പറയാം കണ്ണ കണ്ണമ്മണ്ണാന്റെ മകനെല്ലാം നിന്റെ പേര് വലുതായ വന്നതി പകച്ച് നോക്കു പോകാത്തി
എന്ന തള്ളന്റെ കോലവും ഭാഷയും കാണുമ്പോൾ മണ്ണിനുള്ളിൽ വന്ന പോലെ അത് കണ്ടുപോയപ്പെട്ടതാല് നാളെ പൂതളം മറ്റൊരു മക്കളെ നാളെ കണ്ടി വെക്കണ്ട വഴിക്ക് ഊതി വിടി തന്നെ മനുഷ്യന്മാരെ അമ്മമ്മ മരിക്കാതെ കുട്ടിയാണ് കള്ള അമ്മമ്മ മരിക്കാതെ കുട്ടിയാണ് കള്ള അതിമക പറഞ്ഞു വരുമ്പോൾ എന്താക്കത്തല്ല തള്ള എന്നാൽ അപകടം പറയുന്നത് തള്ള എന്നാൽ അപകടം പറയുന്നത് അമ്മമാരെ കാണാൻ വേണ്ടി കണക്കൂർ മക്കളെ അമ്മ നമ്മ പറയാൻ എന്നോട് പറയും അത് ശരിയാണ് പറയുകയാണെങ്കിൽ അനവധി പറയാനുണ്ട് അതുകൊണ്ടൊന്നും കാര്യം ഒരുപാട് വേഷങ്ങൾ വരാനുണ്ട് അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ മെല്ലെ നടക്കി നിങ്ങളുടെ പിന്നാലെ ഞങ്ങൾ വരാം ഇന്നാലും നോക്കും വെച്ചിട്ട് എന്ത് തരാം വാങ്ങാൻ ഓരോ തള്ളമാര് 10 റുപ്യ തന്നില്ല ഏട്ടൻ വിളിക്കുന്ന പൊക്കോളെ ബസ്സിൽ അങ്ങനെ ഒരു കാശ് വേണ്ടത് അവിടെ തരും തന്നില്ലെങ്കിൽ ഞാൻ തരാം നാട്ടിൽ തമ്പൂരാന്മാരെ വീട്ടിലുള്ളവരെ മാറ്റി വച്ചിട്ട് ഞങ്ങൾ പോയി വരട്ടെ എന്നാൽ മണ്ണാലും മണ്ണാതെയും യോജിച്ച് പാടിയുമ്പോൾ എല്ലാ വസ്തുവയും അച്ചവാല കാലമതാണ് പറ്റിപ്പോയി കുഴയിൽ വെള്ളം കുറ്റമല്ല സഭയോ കൊടുത്തില്ല